ആവോലി. അടിപൊളി. എന്നെയും കാത്തങ്ങനെ ഇരിക്കുവാണ്. അതെ, വേറെ ആരെ കാത്തിരിക്കാനാ ഞാൻ? എന്നെ തന്നെ കാത്തിരിക്കണം. യോ ആവോലി. അടിപൊളി. എന്ത് തോന്നുന്നു? വേറെ ഒന്നും വേണ്ടല്ലോ എന്ന് തോന്നുന്നു. ആണോ? ഇത് മാത്രം മതിയല്ലോ. മതി. അടിപൊളി. അപ്പോഴേ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇതായത് കൊണ്ട്, വേറെ പരിപാടി ഒന്നും ഇല്ലാത്തത് കൊണ്ടും അമ്മായിക്ക് റെസ്റ്റ്. റെസ്റ്റാ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഒന്നും വേണ്ടല്ലോ. ശരി. ഇനി എല്ലാ പാത്രവും എല്ലാം ഇവിടെ ആയിട്ടുണ്ടല്ലോ. എല്ലാം ഞാൻ പോയിട്ട് വിളിക്കുവോ? ഇല്ല. ഇല്ലല്ലോ. അത് ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചെന്ന് വരും. അപ്പൊ ഞാൻ എന്താ മോളെ മതി. അയ്യോ, ഇത് നമ്മളെ പൊളിക്കും. മാറി നിന്നോ. തെറിക്കണ്ട മേത്ത്. ഇനി പറ, അമ്മായി പറ, ഇനി എന്തിടണം? ഇനി കൂടുതൽ മൂപ്പ് എന്തിനാ? കൂടുതൽ മൂപ്പ് ഇതിടണം. പരിപ്പ്, മുതിര. മുതിര ഇടാം. കപ്പലണ്ടി ഒന്ന് വറുത്തേക്കാം. ഇന്ന് ഇയാള് ജീവിതത്തിൽ കഴിക്കാത്ത വെറൈറ്റിയുടെ അങ്ങേ അപ്പുറം. ഇങ്ങനൊരു മീൻ ഫ്രൈ ആള് ഇന്ന് വരെ കഴിച്ചിട്ടുണ്ടാവും. അല്ല, ഇന്നലെ വരെ കഴിച്ചിട്ടില്ല. ഇന്ന് കഴിക്കാൻ പോവല്ലേ? അതാ ഞാൻ പറഞ്ഞു, ഇന്ന് വരെ കഴിച്ചിട്ടുണ്ടാവും.
നേരം വെളുത്തതും ഒച്ചപ്പാടും ബഹളവും. രാത്രി തൊട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല, രാത്രിയും ഒച്ചപ്പാടും ബഹളം. മൂത്തമ്മായി സ്ഥലം കൂടെ വേണം. പരിപ്പായിട്ടുണ്ട്. കപ്പലണ്ടിയൊക്കെ അതുപോലെ ഇരിക്കുന്നു. നമുക്ക് എടുത്ത് തോന്നുന്നതായിരിക്കും. നോക്കട്ടെ. മൂത്ത് മൂത്താ, ഇതില് നമ്മൾ ഇടാത്തൊരു സാധനം ഉണ്ട്. എന്താ? വറ്റൽമുളക്. പറ്റൽമുളക്. പറ്റൽമുളക് നമ്മൾ ഇതിൽ വറക്കില്ല. പച്ചക്കിടുവോ? പച്ചക്കിടും. ഇനി ജീരകം ഇടാം അല്ലേ? ചെറിയ ജീരകം മതി അമ്മായി. മതി മതി മതിയല്ല? ജീരകം ഇട്ടപ്പോ തന്നെ മണം മാറിയതുണ്ടാ? ഭാഗ്യം ജീരകം കുറച്ചിട്ടത്. ചെറിയ ചൂടും വേണ്ടേ? മുളകിന് ചെറിയ ചൂടും വേണ്ട. ലാസ്റ്റ് ഇതിനകത്തേക്ക് ഇടുമ്പോ ആ ഒരു ചൂട് കിട്ടുമല്ലോ. കാരണം അല്ലെങ്കിൽ ഇത് പൊടിച്ചെടുക്കുമ്പോഴേ. എരിവാവോ ആവശ്യത്തിന്? മതി മതി. കാരണം മുളക് ചൂടാവണ്ട. നമുക്കേ ഇത് തണുക്കട്ടെ. തണുത്താൽ മാത്രമേ ഇത് നമുക്ക് ഇടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് തരാം. എടുക്ക്. മാളുവാണെങ്കിൽ ഇപ്പൊ പറഞ്ഞത് ഇതിൽ ഏതാണ് ടേസ്റ്റ് കൂടുതലെന്ന് അവള് പറഞ്ഞേ. വെറുതെ കറക്കിക്കൂത്താണ്, എന്നാലും അത് കറക്റ്റ് ആവും. കുഴപ്പമില്ല അല്ലേ? പുളിയുണ്ട്, പുളിയുണ്ട്, പുളിയുണ്ട്. സാധാരണ നമ്മൾ മാങ്ങ കഴിക്കുമ്പോ അണ്ടിയോടെ എടുക്കുമ്പോ പുളി എന്ന് പറയത്തില്ലേ? ഇത് തൊലിയോടെ എടുക്കുമ്പോ പുളി ഇല്ലേ? കുറച്ചുകൂടെ പഴുപ്പ് വേണമായിരുന്നു അല്ലേ? ഇതിന്റെ കുരു തിന്നാനായിട്ടാ പറയുവോ? ഇല്ല. ഇല്ല, ഞാൻ ആ ചെടീനെയാണ് എയിം ചെയ്തത്. മതി. അയ്യമ്മ പോകാം. മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തു. എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല അമ്മായി. എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. ഡയറ്റ് അല്ലേ, അതുകൊണ്ട്. എൻ്റെ വലിയ കുഴപ്പമില്ല അമ്മായി. ഭാഗ്യത്തിന് ആദ്യത്തെ നല്ലത് കിട്ടി. മതി അമ്മായി. 2 മീന് കുറച്ചുകൂടെ വേണം. അത് എരിവോ? ഓക്കെ, അതിൽ പിടിക്കണ്ട. അതെല്ലാം ഇട്ടതാ. മസാല ബാക്കി വരുമോ? വരയൊന്നുമില്ല. ഇടട്ടെ? ഇട്ടോ. ടേസ്റ്റ് നോക്കിയ അമ്മായി. ഉപ്പിട്ടിട്ട് ടേസ്റ്റ് നോക്കാം അല്ലേ? ഉപ്പിടുന്നുമ്പോ ഞാൻ ഒരു ടേസ്റ്റ് നോക്കി. കൊള്ളാവോ? എരിവുണ്ട്. വെള്ളം വേണ്ടേ? ഇല്ല, വെള്ളം വേണ്ടേ? നിക്ക് പൊടിക്കട്ടെ ആദ്യം. അല്ല, വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ഇതാവും. വെള്ളം അല്ല, വിനിഗർ ഒഴിച്ച് നോക്കാം. ഇത് ഭയങ്കരമായിട്ട് വെള്ളം വേണ്ട കേട്ടോ. വേണ്ടേ? വറക്കാൻ വേണ്ടിയല്ലേ? അതിലൂടെ കിട്ടും. എന്നാലും കുറേ വിനീര് വേണോ? കുറച്ച് വെള്ളം കൂടെ ചേർക്കണ്ടേ? എരിവ് വേണ്ട. അയ്യോ അമ്മായി, ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തരുമോ? ഉപ്പൊക്കെ കറക്റ്റാ. എരിവ് അയ്യോ അതിൽ പിടിക്കണ്ടേ? ഇച്ചിരി വിനിഗർ. കുറച്ചുകൂടെ
ദുഷ്ടത്തി. ഇനി വെള്ളം. മതിയാ? കുറച്ച് വെള്ളം വേണ്ട അമ്മായി? മഞ്ഞപ്പൊടി ഇട്ടില്ലല്ലോ? മഞ്ഞപ്പൊടി ഇട്ടില്ല. ഇച്ചിരി എടുത്തു തരുമോ? നിങ്ങളിവിടെ കൊണ്ടുവന്നില്ല, എടുത്തോണ്ട് വരട്ടെ. ആ നോക്കേ, നല്ല ടേസ്റ്റ്. ഇച്ചിരി എരിവ് കൂടിപ്പോയിന്ന് മാത്രം. പക്ഷെ മീൻ പിടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും അല്ലേ? ഇച്ചിരി കൂടെ വെള്ളം വേണം അമ്മായി, ഡെയിലി മീനിൽ പുരട്ടാൻ പാടാം. ടേസ്റ്റ് ഉണ്ടല്ലേ? ഇപ്പൊക്കെ പക്ക. മതിയാ? ഇനി ആ കുഞ്ഞു മീൻ എടുത്തേ. ആദ്യം നമുക്ക് കുഞ്ഞു മീൻ മറക്കാം. കുഞ്ഞിപ്പെണ്ണേ ഇനി വരൂ. കുഞ്ഞിപ്പെണ്ണല്ല അത് ശരിക്കും പറഞ്ഞ, വലിയ പെണ്ണ് തന്നെ ആയിരുന്നു. സംഭവം എന്താന്ന് വെച്ചാ, ഞാൻ വാല് വെട്ടിയപ്പോ കിട്ടോ, വാല് വെട്ടിയപ്പോ കേറിപ്പോയി. മനസ്സിലായോ? മറ്റേത് രണ്ടുപേരും ഒരേ അളവ് തന്നെയായിരുന്നു. പാവത്തിന്റെ വാല് ഇവൻ വെട്ടിക്കളഞ്ഞറിയാണ്ട. അതിന്റെ ഉള്ളിൽ മറ്റേ മുട്ട ഇരിക്കണം. അത് ആ മുട്ട അതിന്റെ ഉള്ളിലോട്ട് വെക്കാം. അത് പെരട്ടിയിട്ട് വെച്ചാൽ മതി. ഇതിന്റെ ഉള്ളിലുണ്ട് മീന, ഇതിന്റെ ഉള്ളിലുണ്ട് മുട്ട. അതെ, അതിന്റെ ഉള്ളിലോട്ട് ഇരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കണം എന്നാണോ പറഞ്ഞേ? അത് മുട്ട ഞാൻ വെച്ചിട്ട് അതിൽ പെരട്ടിയിട്ട് മുട്ടയിലും പെരട്ടിയെടുത്ത് വെച്ചാൽ മതി. അതിനകത്തിരുന്ന മുട്ട മരിയില്ലല്ലോ. ഓക്കെ, സുന്ദരിയായില്ലേ? ഇടയിലൊക്കെ കയറിയില്ലേ? ഓ, മാളൂന് ഭാഗ്യമില്ലാണ്ടായി പോയല്ലേ? നല്ല കാര്യത്തിനൊന്നും. അതെ. ആ ഒരു കുഞ്ഞേ വരൂ. സുന്ദരി പെണ്ണ് ഇവളെ നല്ല സുന്ദരിയാക്കണേ. ആദ്യമേ അകത്ത് കയറ്റി വെച്ച് കപ്പലണ്ടി ആയതുകൊണ്ടേ മറ്റേ മസാലയ്ക്ക് കട്ടി കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതേപോലത്തെ സാധനം മുമ്പ് നമ്മൾ ഇത് കഴിച്ചു. കുക്കീസ് നല്ല ടേസ്റ്റ് അത്. ഇന്നത്തെ ചായക്കൊരു പ്രത്യേകതയുണ്ട്. കുടി. ഇഷ്ടപ്പെട്ടാന്ന് പറ. ഇഷ്ടപ്പെട്ടാന്ന് പറ. നോക്കട്ടെ. ആ, ഇത് സൂപ്പർ. അടിപൊളിയല്ലേ? ഇഞ്ചിയും നാരങ്ങയൊക്കെ ഇട്ട്. സാധാരണ ലെമൺ ടീ നാരങ്ങ മാത്രമല്ലേ, ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ടു. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കഴിച്ച എങ്ങനെ കഴിച്ചോണ്ടിരിക്കും അമ്മായി? നല്ല ടേസ്റ്റ് അല്ലേ അമ്മായി? കണ്ടോ, അത്രയും ദൂരം വരെ എത്തി കേട്ടാ. എന്ത് ഇത് കല്ല് അവിടെ ഇടുമ്പോഴാണ് അത്രയും ഇത് ആയി വരണത്.
ഇഷ്ടപ്പെട്ടു കുട്ടിക്ക് അല്ലേ? സൂപ്പർ സൂപ്പർ. പോയാലോ? അപ്പൊ ഇനി അന്ന് ഇത് മതിയേ? എന്ന് മതിയാ? ഈ സൈഡ് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരെണ്ണം വെച്ചിട്ട് ചെയ്യാം. മതിയല്ലേ? അയ്യ അമ്മ അയ്യ. ഓക്കെ, എഴുതി തരാവേ. ആയിട്ടുണ്ടാവില്ല അമ്മായി? നല്ല മണമുണ്ടല്ലേ? മണമുണ്ട്. അമ്മായി, വറക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ കൂട്ടു നിൽക്കണം എന്നില്ല. ഞാൻ പിന്നെ നിന്നത് എന്തെന്നറിയാമോ, നിന്റെ ഇതിന്റെ കൂടെയുള്ള അഭ്യാസങ്ങളൊക്കെ ഒന്ന് കാണാൻ. അഭ്യാസമൊക്കെ ഉണ്ടല്ലോ, കണ്ടു. ഇതേ അഭ്യാസം തന്നെയായിരിക്കും ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അമ്മായി വെറുതെ നിന്ന് കാല് കഴിപ്പിക്കണ്ട. അമ്മായി പോയി റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുക്കുന്നതിന് മുന്നേ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് എടുത്തോ. എനിക്ക് ഇതൊന്നും ആവാനുള്ള ടൈം. ശരി മക്കളെ, എന്നിട്ട് ഞാൻ വന്നേക്കാം കേട്ടോ. ഓക്കെ, അല്ല അത് എടുക്കണ്ട, എനിക്ക് അതിൽ നിന്ന് തന്നാ. അമ്മയ്ക്ക് തലഭാഗം ഇഷ്ടമല്ലല്ലോ. കയ്യിൽ കൊള്ളാൻ അങ്ങനെ പൊട്ടിക്കണ്ട, മീതേന്ന് ഇങ്ങനെ എടുക്ക്. കാണിക്ക്. എന്റെ മുട്ട എവിടെ അമ്മായി? അതതിന്റെ ഇതിലില്ല എന്തായാലും. അയ്യോ, അത് ചിലപ്പം തിന്നിട്ടുണ്ട്. അല്ലിന്ന് നേരെ പോയി ഏത് ബീ തിന്നിട്ടുള്ളത്? നല്ല മസാല, സൂപ്പർ. നമ്മൾ മസാല നോക്കിയപ്പോൾ എരിവുണ്ടായിരുന്നു. ഇപ്പം എരിവൊന്നുമില്ല. എരിവ് കുറവ്. എരിവ് കുറവ്. ഓ സൂപ്പർ. ഒരു മുള്ളുണ്ട് അതുണ്ടായിരുന്നു.